എല്ലാവർക്കും നമസ്കാരം. ന്യൂട്രോ അക്യൂ മിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുട്ടുവേദന എന്ന് പറയുന്നത്. ആ മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് വളരെ ചെറിയ ഒരു വീഡിയോയിൽ മുട്ടുവേദനയിൽ നിന്നും നമുക്ക് പരമാവധി ആശ്വാസം കിട്ടാനുള്ള ചെറിയ ഉപാധികളാണ് പറയുന്നത്. അതിൽ നമ്മൾ കാല് എന്ന് പറയുന്നത്, ഇതൊരു സുജോക്ക് സമ്പ്രദായ പ്രകാരം കാല് എന്ന് പറയുന്നത് നമ്മുടെ ഈ നടുവിലത്തെ വിരൽ, ഇടതുവശത്തെ കാലാണെങ്കിൽ ഇടതുവശത്തുള്ള കൈയുടെ നടുവിലത്തെ വിരൽ, വലതുവശത്തുള്ള കാലാണെങ്കിൽ വലതുവശത്തുള്ള കാല്, ഈ വിരൽ നടുവിലത്തെ വിരൽ, ഇതാണ് നമ്മൾ കാലായിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ ഈ ആദ്യത്തെ ജോയിൻ്റ് എന്ന് പറയുന്നത് കാണാമല്ലോ. ആദ്യത്തെ ജോയിൻ്റ് എന്ന് പറയുന്നത് കാലിൻ്റെ ആംഗിളും, രണ്ടാമത്തെ ജോയിൻ്റ് എന്ന് പറയുന്ന ഇത് കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗവും, മൂന്നാമത് കാണുന്ന ഈ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരും. അത് ഞാൻ അതിൻ്റെ ആ ടെക്നിക്കൽ വശത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പം നമുക്ക് പറഞ്ഞു വരുന്നത് മുട്ടിൻ്റെ വേദനയ്ക്കാണ്. മുട്ടിൻ്റെ വേദനയ്ക്ക് നമ്മൾ ഈ ഭാഗത്ത് ആണ് ഇതിൻ്റെ ഒരു സ്റ്റിമുലേഷനൊക്കെ കൊടുക്കുന്നത്, ഈ ഭാഗത്താണ്. ഇത് വളരെ ലളിതമായൊരു മാർഗ്ഗമാണ്. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. മുട്ടുവേദന ഉള്ളവർക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കുറേ ആൾക്കാർ ഇത് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെട്ടതായിട്ടാണ് നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് വരാം. ഇത് കാലിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ആണ്, അല്ലെങ്കിൽ വശത്തിൽ നമ്മൾ യാൻ സൈഡ് എന്ന് പറയും. ഞാൻ ഏകയും പറയുന്നു, ഞാൻ എൻ്റെ ടെക്നിക്കൽ വശത്തല്ല. ഇത് സാധാരണ ആൾക്കാർക്ക്, ഇപ്പോൾ സുജോക്കൊന്നും പഠിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ലാറ്ററൽ സൈഡിൽ നമ്മൾ വശത്ത് ആണ് ബുദ്ധിമുട്ടെങ്കിൽ കൈയുടെ പുറം ഭാഗത്ത്, ബാക്ക് സൈഡിൽ ഈ ചൂണ്ടുവിരലിനോട് ചേർന്ന ഭാഗത്ത് മുകളിൽ നിന്ന് ആ നഖത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരെ താഴോട്ട് കൊണ്ടുവരിക. ഈ ജോയിൻറ്റിൽ, രണ്ടാമത്തെ ജോയിൻറ്റിൽ ഈ ഭാഗത്ത് നന്നായിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ഇതേമാതിരിയുള്ളൊരു ഉപകരണമോ അല്ലെങ്കിൽ ഷാർപ്പല്ലാത്ത ബ്ലൻഡഡ് പോർഷനിലായിട്ടുള്ള ഒരു പെൻസിലായാലും പോലും മതി, ഇല്ലെങ്കിൽ മാച്ച് ബോക്സിൻ്റെ തീപ്പെട്ടിയുടെ പുള്ളി ആയാലും മതി, കത്തിക്കാത്ത പുള്ളി. ഇത് ഇവിടെ വച്ചിട്ട് ഈ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. നന്നായിട്ട് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ, വേദന കൂടുതലാണെങ്കിൽ 5 മിനിറ്റ് വരെ ആവാം, പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് മസാജ് ചെയ്യുക. കൈ കൊണ്ട് മസാജ് ചെയ്യാം. കൈ കൊണ്ട് മസാജ് ചെയ്യണമെങ്കിൽ വിരലിങ്ങനെ പിടിച്ച് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്യുക. അതല്ല, ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഉപകരണം ഇത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതുമാതിരി ഒരു ഉപകരണം വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ചിട്ട്, ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്, ഇലക്ട്രിക്കൽ സ്റ്റിമുലേറ്ററാണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഇത് ഓണാവും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസിയിൽ ഇത് വെച്ചിട്ട് ഇത് ഈ മുട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. എല്ലായിടവും നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിലാണ് വേദന എന്ന് പറഞ്ഞിരുന്നാലും അത് റേഡിയേറ്റ് ചെയ്യുക. ആ വേദന നമുക്ക് റേഡിയേറ്റ് ചെയ്ത് എല്ലായിടത്തും വരും എന്നുള്ളത് കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാജ് ചെയ്യാം. ഡിയോൾ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അതായത് കുഞ്ഞു മാഗ്നറ്റ്. ഇതിന് 2 വശം ഉണ്ടാവും. ഒരു വൈറ്റ് പ്രതലവും വെളുത്ത പ്രതലവും, അതുപോലെ തന്നെ ഒരു മഞ്ഞ പ്രതലവും, 2 ഭാഗം ഉണ്ടാവും. ഇതിൽ നമുക്ക് വേദന ആയതുകൊണ്ട് ആ വേദന കുറയ്ക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മഞ്ഞ ഭാഗം മുകളിൽ വരത്തക്ക വിധത്തിലും വൈറ്റ് പോർഷൻ, വെളുത്ത ഭാഗം സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തുമായിട്ട് ആ ഭാഗത്ത് നമുക്ക് ആ വേദന നമ്മൾ കണ്ടുപിടിച്ച ഭാഗത്ത് വെച്ചിട്ട് അതിന് ഇതേമാതിരി ഒരു സർജിക്കൽ ടേപ്പ് വാങ്ങിച്ചിട്ട് അതിൽ ഇങ്ങനെ ഇത് ഒട്ടിക്കണം. അപ്പം നമ്മൾ കാണുന്ന ഭാഗം വെളുത്തതും കാണുന്നതല്ല, ഞാൻ ഈ വച്ചിട്ടുള്ളത് മാതിരി ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിനെ ആ വേദന ഉള്ള ഭാഗം, നമ്മൾ കണ്ടുപിടിച്ച ഭാഗമുണ്ട്, ഈ നഖത്തിൻ്റെ നേരെ താഴെ വരുന്ന ഭാഗം, ആ ഭാഗത്ത് എക്സാക്ട്ലി വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യാം.
പ്രത്യേകം ഇപ്പം നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അല്ലേ, മഞ്ഞ ഭാഗമാണ് മുകളിൽ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് അവിടുത്തെ വേദന കുറയ്ക്കാനായിട്ട് അതാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി കാലിൻ്റെ മുട്ടിൻ്റെയൊക്കെ മധ്യഭാഗത്ത് അങ്ങനെയാണെങ്കിൽ ഇതിനെ കൈ തിരിച്ചു വയ്ക്കണം, മലർത്തി വയ്ക്കണം. മലർത്തി വെച്ചിട്ട് ഈ രണ്ടാമത്തെ ജോയിൻറ്റിൻ്റെ നേരെ നടുക്കുള്ള ഭാഗത്ത് സെൻട്രൽ പോർഷനിൽ അവിടെ ഇതേമാതിരി 3 മിനിറ്റ് വരെ അല്ലെങ്കിൽ 5 മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് ചെയ്യുക. വേദന കുറച്ച് ചെറിയ വേദനയുള്ളെങ്കിൽ 1 മിനിറ്റൊക്കെ ചെയ്താലും മതി. 1 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് മസാജ് ചെയ്യുക, ഞാൻ നേരത്തെ കാണിച്ച ഉപകരണങ്ങളെല്ലാം. എന്നിട്ട് ഇതിൻ്റെ ആ സെൻറ്റർ പോർഷനിൽ വരുന്ന വിധത്തിൽ ഈ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. അവിടെയും നമ്മൾ ഈ മഞ്ഞ പോർഷനാണ് നമ്മൾ കാണുന്ന വിധത്തിൽ വിസിബിളായിട്ട് വരേണ്ടത്. പിന്നെ നമ്മൾ പറയുന്നത് സെഡേഷൻ എന്ന് പറയും, ആ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. ഇനി അതല്ല, കാലിൻ്റെ അടിവശത്താണ് നിങ്ങൾക്ക് മുട്ടിൻ്റെ അടിയിൽ ആണ് വേദനയെങ്കിൽ ഈ മോതിരവിരലുണ്ടല്ലോ, മോതിരവിരലിൻ്റെ ഈ ഭാഗം, ഈ മോതിരവിരലിൻ്റെ ഭാഗത്ത് നടുവിലത്തെ വിരലിന് തന്നെ ആ നഖം മുതൽ താഴോട്ട് കൊണ്ടുവരിക. ഈ അറ്റത്ത് ഈ ജോയിൻറ്റിൻ്റെ ഈ ഭാഗത്ത്, അതായത് മോതിരവിരലിൻ്റെ സൈഡ്, ആദ്യം പറഞ്ഞത് ചൂണ്ടുവിരലിൻ്റെ സൈഡിൽ, പിന്നെ പറഞ്ഞത് കൈ മലർത്തി വെച്ചിട്ട് നടുക്കുള്ള ഭാഗം, ഇപ്പോൾ പറയുന്നത് കാലിൻ്റെ അടിവശത്താണെങ്കിൽ ഈ ഭാഗത്ത് വന്നിട്ട് ഇതേമാതിരി നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ സെയിം തന്നെ ഈ യെല്ലോ ടോപ്പ് മുകളിൽ വരുന്ന വിധത്തിൽ മസാജ് ചെയ്യുക. അല്ല, ഇതൊന്നും അറിഞ്ഞൂടാ, ഇതൊക്കെ നമുക്ക് സംശയമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് ഉലുവ എടുക്കുക. ഉലുവ ഇങ്ങനെ നീളത്തിൽ ഒരു നല്ല നിരപ്പായ സ്ഥലത്ത് വയ്ക്കുക. എന്നിട്ട് ഇതേമാതിരി ടേപ്പ് വെച്ചിട്ട് അതിലങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ആ ഉലുവയുടെ ഭാഗങ്ങളെല്ലാം ഞാനിപ്പോൾ ഈ മാഗ്നറ്റ് ഒട്ടിച്ചതുപോലെ അതങ്ങനെ അതിനകത്ത് ഫിക്സ് ചെയ്ത് വരും, ഒട്ടി വരും. അതിന് ഈ കൈയുടെ വിരലിൻ്റെ ചുറ്റിനും, ഈ നടുവിലത്തെ വിരലിൻ്റെ ചുറ്റിനുമായിട്ട് വയ്ക്കുക. ഇത് സീഡ് തെറാപ്പി എന്ന് പറയും. മറ്റേ ഇത് അല്ലാതെ മറ്റേ മാഗ്നറ്റ് കാണിച്ചത് മാഗ്നറ്റ് തെറാപ്പി എന്ന് പറയും. ഓക്കെ, ഇത് ചെയ്യുക. മാഗ്നറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മണിക്കൂർ, അതും പകൽ സമയത്ത് വെച്ചാൽ മതി. അല്ല, നിങ്ങൾ ഉലുവയോ പയറോ ആണ് വയ്ക്കുന്നതെങ്കിൽ 24 hours നമുക്കിത് വയ്ക്കാൻ പറ്റും. വേദന കുറയുമ്പോഴത്തേക്ക് എടുത്തു മാറ്റാം. കുറച്ച് നീണ്ട കാലത്തെ മുട്ടുവേദനയാണെങ്കിൽ കുറച്ച് ദിവസം ഇത് ചെയ്യേണ്ടി വരും. അങ്ങനെ ദിവസവും ചെയ്യുക, 1 നേരമോ 2 നേരമോ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ, നന്നായിട്ട് മസാജ് ചെയ്തിരുന്നാൽ, ബാക്കി ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, വലിയ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക, നല്ല ആശ്വാസം കിട്ടും. അതിൻ്റെ എക്സ്റേ എടുക്കുകയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുക. ഇപ്പോൾ 3 സ്ഥലങ്ങളെക്കുറിച്ച് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3ഉം നമുക്ക് അക്യുപഞ്ചറിൽ യൂസ് ചെയ്യുന്ന പോയിന്റുകൾ തന്നെയാണ്. പക്ഷേ ഇതൊരു ഡ്യുവൽ മെറിഡിയൻ സിസ്റ്റം പ്രകാരം, അല്ലെങ്കിൽ മൈക്രോ അക്യുപഞ്ചർ എന്ന് പറയും, അതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ചൂണ്ടുവിരലിൻ്റെ ഭാഗത്ത് കാണിച്ചത് നമ്മൾ പറയുന്ന സ്റ്റൊമക് 35 എന്ന് പറയും. അക്യുപഞ്ചർ അറിയുന്ന ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ട് പ്രയോജനമാകാൻ വേണ്ടിയിട്ടാണ് അതിനെ പറയുന്നത്. ഇതിനെ സ്റ്റൊമക് 35 എന്ന് പറയും. കൈ മലർത്തി വെച്ചിട്ട് അതിൻ്റെ നടുക്കുള്ള പോയിന്റ് കാണിച്ചിരുന്നല്ലോ, അതിന് നമ്മൾ പറയുന്നത് ലിവർ 8 എന്ന് പറയും, ലിവറിൻ്റെ 8ാമത്തെ ഭാഗം. അതുപോലെ വീണ്ടും കൈ കമഴ്ത്തി വെച്ചിട്ട് ഈ മോതിര വിരലിൻ്റെ ഭാഗത്ത് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നടുവിലത്തെ വിരലിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് BL അല്ലെങ്കിൽ UB അഥവാ യൂറിനറി ബ്ലാഡർ എന്ന് പറയും. അതിൻ്റെ 54 ആണ് ഇതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളതേ ഉള്ളൂ. സാധാരണക്കാർ ഇതൊന്നും പഠിക്കാത്ത ആൾക്കാർക്ക് ഈ പേരുകളിൽ, ടെക്നിക്കലായിട്ടുള്ള പേരുകളിലൊന്നും വലിയ പ്രാധാന്യമില്ല. അവരിത് നന്നായിട്ട് ഈ ഭാഗം നന്നായിട്ട് മസാജ് ചെയ്യുക. അവർ ഈ ഉലുവ വെച്ചിട്ട് ഇതിനെ സ്ട്രിപ്പാക്കി അതിനെ പ്ലാസ്റ്ററിൽ ചേർത്ത് ഇത് നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. നന്നായിട്ട് ഒരു മണിക്കൂറിലൊരിക്കൽ വീതം, പകലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറിലൊരിക്കൽ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഈ ഒട്ടിച്ച് വെച്ച ഭാഗം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം ഇതൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ നല്ല ആശ്വാസം കിട്ടും. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോട് കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആശംസകളോടുകൂടി ന്യൂട്രോ അക്യുമിഷൻ ട്രിവാൻഡ്രം.